അതെടുത്താണ്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ഭ്രമരം. ഇതിനെത്ര? പുതിയ മോഡലാ, 95 ദിർഹം. നല്ല സാധനമാണ്. ഇതോടെ ചോളി അത് നോക്കട്ടെ. ഇത് നാട്ടിലെ ഭൂതം. ഇതെത്ര? 35 ദിർഹം. അത് വേണ്ട. ഇവിടെ ചെമ്മീനും തച്ചോളിയോ തേനൊന്നുമില്ലേ 5 ദിർഹത്തിന്റെ? വന്നടാ. എന്താ അളിയാ, ഇത് ഞാൻ അതു. എന്താളിയാ? ഞങ്ങൾ ഏജന്റിനെ ഞങ്ങള് കണ്ടു. നിങ്ങളിപ്പോ എവിടെ? ഓക്കെ, ഞാൻ ഇപ്പൊ വരാം. नहीं कुछ भी नहीं, मैं अभी आएगा. ആ ദേവാ, എന്തായി? ആ എങ്ങനുണ്ട്? നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് ഞാൻ ഡൽഹിയിലെത്തും. ഹോട്ടൽ താജിൽ, റൂം നമ്പർ 112. ആ, ഏകദേശം എത്ര പേരുണ്ടാവും? എല്ലാവരും കാശുമായിട്ടല്ലേ? ആ ദേവാ, ആ ഞാൻ വിളിക്കാം. ഓക്കെ. ആരാ? എന്ത് വേണം? അപ്പോ നീ എന്നെ മാത്രല്ല ഒരുപാട് പാവങ്ങളെയും ചതിച്ച് സുഖമായിട്ട് കഴിയാണല്ലേ?
മമ്മനെ എന്നെ കൊല്ലല്ലേ. ഇല്ല, നിന്നെ കൊല്ലില്ല. കാലങ്ങളോളം നഷ്ടപ്പെട്ടു പോയ എന്റെ ജീവിതം, ചതിയിൽപ്പെട്ട മകന്റെ ദുരവസ്ഥ എറിഞ്ഞ് സമനില തെറ്റിയ ആ പാവം സെയ്ദിന്റെ ഉമ്മയുടെ ജീവിതം, ഇതൊക്കെ തിരിച്ചു കൊടുക്കാൻ നിനക്ക് കഴിയോ? കഴിയോ? വേണ്ട അളിയ, വേണ്ട, കൊല്ലണ്ട. അളിയനെ ഞങ്ങൾക്ക് ഇഞ്ഞും വേണം. കുടിക്കട്ടെ, പിശാച് ഇഞ്ഞും കുടിക്കട്ടെ പാവങ്ങളെ ചോര. ഇവനോടൊക്കെ കണക്ക് തീർക്കാനുള്ള ഒരു ദിവസം വരുന്നുണ്ട്. ഇവനൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു ലോകം. വാളിയ, എന്തൊക്കെ? ഞങ്ങള് വെക്കേഷന് നാട്ടിൽ പോവാണ്. നിങ്ങൾ വരുന്നുണ്ടോ? ഓക്കെ. ഓക്കെ. ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഹലോ, ഞാൻ പിന്നെ വിളിക്കാട്ടോ. ആരാത്? മമ്മാലിക്ക്. അപ്പൊ ഈ വഴിയൊക്കെ അറിയോ? ഇരിക്ക്. ഇത്ര വലിയ പാപം ചെയ്യണ്ടായിരുന്നു. ഇപ്പൊ സമാധാനായില്ലേ? തീർന്നോ? പല വട്ടം ഞാൻ നിസാറിനോട് പറഞ്ഞതാണ്, നസീമാനോടെങ്കിലും ഈ സത്യം തുറന്നു പറയാം. പക്ഷേ അവൻ കേൾക്കണ്ടേ? ഉണ്ട ചോറിന് നന്ദി കാണിച്ചാണത്രേ. അതുകൊണ്ട് തകർന്നു പോയതോ അവരുടെ ജീവിതം. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ഈ മമ്മാലി മുതലാളി എന്നോ തകർന്ന് കടക്കാരനായി. അതോടെ നിസാറിന്റെ ജോലിയും നഷ്ടപ്പെട്ടു. ആ പാവം വീട്ടിൽ വന്നിരുന്നതൊക്കെ നേരം വെളുത്ത് രാത്രിയോളം കൊണ്ട ചൂടിന്റെ തളർച്ചയുമായിട്ടായിരുന്നു. നേരാണ് മമ്മാലിക്കങ്ങളി പറയണത്. നിസാർക്കപ്പ എവിടെയുണ്ട്? ആർക്കും വേണ്ട എന്ന് തോന്നിയപ്പോ എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് അവൻ വിളിച്ചിരുന്നു. ചിലപ്പോ നാട്ടിലെത്തി കാണും. നിസാർക്കപ്പ എവിടെയുണ്ട്? എനിക്കിപ്പോ നിസാർക്ക് കാണണം. നിന്റെ മനസ്സ് കാണാൻ വേണ്ടിയിട്ടാ ഞാൻ തന്നെ ഇറങ്ങി തിരിച്ചത്. നിന്റെ നിസാർക്ക് ഞാൻ തരാം. നിസാറേ, ദാ വേണ്ട. കോയാക്കാൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കോട്ടും ടൈയൊക്കെ ഊരിവെച്ച് സത്യം തുറന്നു പറയണമെന്ന്. ഇനിയിപ്പോ ആർക്കും കൊടുക്കാനൊന്നുമില്ലല്ലോ. പോവും വഴിക്കന്നെ കോയാക്കാൻ്റെ വീട്ടിൽ പോകണം. ബീവിത്താനോട് അടുത്തു വരുമെന്ന് പറഞ്ഞേക്കണം. തൽക്കാലം ഇവിടുത്തെ കാര്യമൊന്നും ആരെയും അറിയിക്കണ്ട. അമലേ, ഈ എന്നോട് പൊറുക്കണം. ഞാൻ പൊറുക്കാൻ പറ്റാത്ത ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി. നിന്റെ അവസ്ഥ ഇത്രത്തോളം ആവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇതാ ഇവരുടെ വിസയാണിത്. ഇതാ എന്റെ ചെക്കും ഞാൻ തരാനുള്ള കാശും ഇതിലുണ്ട്. വേണ്ട, നിന്നെ എനിക്ക് കാണണ്ട. ഇനിയും നീ എന്റെ മുമ്പിൽ നിന്നാ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോവും. കടം കൊണ്ട് പൊറുതിമുട്ടിയവർ കടം വീട്ടാൻ വേണ്ടിയാണ്
ചുട്ടുപൊള്ളുന്ന ഈ മരുഭൂമിയോട് മല്ലടിക്കുന്നത്. അവരുടെ ചോരയും നീരും ഊറ്റി കുടിച്ച് വീണ്ടും ഇരട്ടി കടത്തിലേക്ക് തള്ളിവിടുന്നു നിന്നെപ്പോലെയുള്ളവർ. അതിൽ സമനില തെറ്റിയ ഒരുപാട് പേർ ഈ ചുടുകാറ്റിൽ അലയുന്നില്ലേ? നാടും വീടും നെഞ്ചിലൊതുക്കി 1000 പ്രതീക്ഷയോടെ പറന്നെത്തുന്ന ഓരോ പ്രവാസിയുടെയും മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. കുടുംബം, ഭാര്യ, മക്കൾ. മറ്റുള്ളവന്റെ ജീവിതത്തെ ചവിട്ടിയരച്ചാണെങ്കിലും സ്വന്തം ഭാവിയെ പടുത്തുയർത്താൻ ശ്രമിക്കുന്ന നിന്നെ പോലെയുള്ള മരവിച്ച മനസ്സുകൾക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അളിയ, അവനിപ്പം പശ്ചാത്താപം നിറഞ്ഞ മനസ്സുമായ അളിയന്റെ അടുത്ത് വന്നിരിക്കണത്. പടച്ചോനോ അവന് നല്ലൊരു മനസ്സ് കൊടുത്തിട്ടുണ്ടാവും. അളിയനായിട്ട് തട്ടി മാറ്റിയാൽ അവൻ പിന്നെയും കൂടുതൽ നാശത്തിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് അളിയൻ അവനെ തിരിച്ചു വിളിക്കണം. നിങ്ങൾ പഴയ ജബ്ബാറും അമ്മാലിയായിട്ട് ജീവിക്കണം. ജബ്ബാറേ, ഇതിൽ ഇവരെ പോലുള്ള പാവങ്ങളുടെ കണ്ണുനീർ എന്ത് ചെയ്തു? എല്ലാവരെയും ഞാൻ തേടി നടക്കുകയാണ്. ജബ്ബാർ പിച്ച തണ്ടിയാലും വേണ്ടില്ല, ഇനി ആരെയും വഞ്ചിക്കില്ല. ജബ്ബാറിനും വേണം പടച്ചോന്റെ അടുത്തുള്ള ലോകം. നിന്റെ അളിയൻ പറഞ്ഞ ആ ലോകം. ജബ്ബാറേ,